ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഏറ്റവും പുതിയ വാഹനമായിട്ടുള്ള കിയ സോണറ്റ് ഡീസൽ വേരിയൻറ്റ് HTK ഓപ്ഷണൽ. ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്കറിയാം കിയ ധാരാളം വേരിയൻറ്റുകൾ വാഹനം ഇറക്കുന്നുണ്ട്. അതിൽ പെട്ടിട്ടുള്ള HTK ഓപ്ഷൻ എന്നുള്ള വേരിയൻറ്റ് കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിട്ടുള്ള അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരുവിധം ഫീച്ചേഴ്സുകളൊക്കെ ഇതിൽ വരുന്ന സൺറൂഫ് അടക്കി വരുന്ന ഒരു വാഹനമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ കീയിലേക്ക് നോക്കാം. ഇതാണ് HTK ഓപ്ഷണലിൻ്റെ കീ വരുന്നത്. ഒരു ഫ്ലിപ്പ് കീ ആണ്. നല്ല കമ്പനി തന്നെ ഇതുപോലത്തെ 2 കീകൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫ്ലിപ്പ് കീ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലോക്ക് ബട്ടൺ, ഒരു അൺലോക്ക് ബട്ടൺ, അതുപോലെ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു ബട്ടൺ. ഇത്രയാണ് ഈ കീയുടെ കാര്യമാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി തരുന്ന ഒരു കീ ഇതിൻ്റെ ഒപ്പം കൂടെ ഉണ്ട്. ഇനി ഫ്രണ്ടിലേക്ക് പോവുകയാണെങ്കിൽ നല്ല ബോണറ്റിൻ്റെ മുകളിലായിട്ട് തന്നെ അടിപൊളിയായിട്ട് കിയയുടെ പുതിയ ലോഗോ ഇവിടെ ബാഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസൈനിൽ പുതിയൊരു ഡിസൈനിലാണ് വരുന്നത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് പോകുന്ന സമയത്ത് ഈ ഭാഗത്ത് നമ്മുടെ ഹെഡ് ലാമ്പുകളൊക്കെ വരുന്നത് ഹാലജൻ ലാമ്പുകളാണ്. പക്ഷേ ഡിസൈനൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഫോഗ് ലാമ്പുകളും കാര്യങ്ങളുണ്ട്. ഫ്രണ്ട് ഭാഗം മനോഹരമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നല്ല ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെ പ്ലാസ്റ്റിക് എലമെൻറ്റ് ചുറ്റുഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. വീലിനെ കുറിച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 16 ഇഞ്ച് വീലാണ്. 16 ഇഞ്ചിൻ്റെ നല്ല ഒരു വീല്. അതുപോലെ തന്നെ അലോയ് വീൽ എന്നല്ലെങ്കിലും ഏകദേശം അലോയ് വീൽ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മനോഹരമായ കിയയുടെ തന്നെ ഒരു വീൽ കപ്പ് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് മിററാണ്. മിറർ കംപ്ലീറ്റ്ലി ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു റൂഫ് റെയിൽ ഇതൊക്കെ ഈ ഓപ്ഷനിൽ തന്നെ വരുന്നുണ്ട്. നമ്മളിതൊന്നും എക്സ്ട്രാ ഫിറ്റിംഗ് അല്ല, ഇതൊക്കെ ഓപ്ഷനിൽ തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ മുകളിൽ ഒരു ഷാർഫിൻ ആൻറ്റിന ഇവിടെ അതിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ്. അതുപോലെ തന്നെ ബാക്ക് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ടെയിൽ ലാമ്പ് ഫുള്ളി കണക്റ്റഡ് ആയിട്ടുള്ള നല്ല മനോഹരമായൊരു ടെയിൽ ലാമ്പ് പുതിയ ഡിസൈനിൽ വന്നിട്ടുണ്ട്. ഇത് രാത്രിയൊക്കെ പോകുന്ന സമയത്ത് കാണാൻ നല്ല മനോഹരമാണ്. അതുപോലെ തന്നെ ഇവിടെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ, ഇവിടെ സോണറ്റ് എന്നുള്ള ഒരു ബാഡ്ജിങ്, അതുപോലെ കെയുടെ എംബ്ലം ഇവിടെ ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിൽവർ ഫിനിഷ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ റിവേഴ്സ് ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റിവേഴ്സ് ലൈറ്റ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. നല്ല വിശാലമായ ഒരു ബൂട്ട് സ്പേസ് ആണുള്ളത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കൊള്ളുന്ന. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റെപ്പിന് ടയറും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ല മനോഹരമായ വിശാലമായ ഒരു ബൂട്ട് സ്പേസ് ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഇതിൽ പാർസൽ ട്രേ വരുന്നില്ല, അത് നമ്മൾ ഈ ഓപ്ഷനിൽ ഇല്ല, ഇത് എക്സ്ട്രാ നമ്മൾ ഫിറ്റ് ചെയ്യണം. ബാക്ക് ഭാഗത്തുള്ള സെൻസറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി അതേപോലെ തന്നെയാണ് നമ്മുടെ സൈഡ് പ്രൊഫൈലിൽ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്തും നമ്മുടെ ഇവിടെ ഈ ഭാഗത്താണ് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഫ്യൂവലിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ സി പില്ലറൊക്കെ നല്ല മനോഹരമായൊരു ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ അകത്തേക്ക് കിടക്കാം. അകത്താണ് കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് പറയാനുള്ളത്. മനോഹരമായ രീതിയിൽ തന്നെ നമ്മുടെ ഈ പുതിയ വാഹനം ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഡോറൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഹെവി ഡോറാണ്. ഇനി നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇവിടെ ഈ ഡോറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ 4 ഡോർ പവർ വിൻഡോ, അതുപോലെ പവർ വിൻഡോ ലോക്ക്, അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ, അതുപോലെ തന്നെ ഒരു അംബ്രല്ല ഹോൾഡർ, ഇതൊക്കെ 4 ഡോറിലും അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പിടിക്കുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലേ, ഹാൻഡിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ഇവിടെ തന്നെ അത്യാവശ്യം നമുക്ക് ഒരു ഫോണോ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. സ്പീക്കർ ഇവിടെ ട്യൂട്ടർ വരുന്നുണ്ട്, ഇവിടെ സ്പീക്കർ വരുന്നുണ്ട്. ടോട്ടലി നമുക്ക് 4 സ്പീക്കറും 2 ട്യൂട്ടറുമായിട്ട് അങ്ങനെ 6 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ നല്ല മനോഹരമായിട്ട് ചെറിയ ഓരോ വർക്ക് കൊടുത്ത് ഡിസൈൻ ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലായിട്ട് നമുക്ക് കാണാം. ഇത്രയും കാര്യമാണ് ഡോറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഈ സോണറ്റ് എന്നുള്ള ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്താണ്. ഇത് നമ്മൾ ഒരു എക്സ്ട്രാ ഫിറ്റിങ്ങിൽ ചെയ്താണ് ഇത് വാഹനത്തിൽ വരുന്ന സമയത്തുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ 3D മാറ്റും ഫുൾ മാറ്റും നമ്മൾ എക്സ്ട്രാ ചെയ്യിച്ചതാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൽ തന്നെ ധാരാളം കൺട്രോളുകൾ വരുന്നുണ്ട്. ഹോൺ ഇവിടെ അറ്റൻഡ് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ സൗണ്ട് മ്യൂട്ടാക്കുന്നതിന്, നമുക്ക് വോയിസ് കമാൻഡുകൾ കൊടുക്കുന്നതിന്, മോഡ് മാറ്റുന്നതിനൊക്കെ ധാരാളം ബട്ടൺ. ഡിജിറ്റൽ മീറ്റർ കംപ്ലീറ്റ്ലി നമുക്ക് സ്റ്റിയറിങ്ങിൽ നിന്ന് കൺട്രോൾ ചെയ്തിട്ട് മൈലേജ് കാര്യങ്ങൾ, അതുപോലെ ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ വാർണിങ്ങുകളും നമുക്ക് ഇതിൽ കിട്ടും.
പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ബട്ടണാണ് ഈ ഓക്കെ ബട്ടൺ. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസറുകൾ വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് അതുപോലെ റിവേഴ്സ് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന സെൻസറുകൾ 4 സെൻസറുകൾ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഏത് ഭാഗത്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് ഈ സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നത്. ഒരു വാഹനത്തിൻ്റെ ഒരു കാറിൻ്റെ ചിത്രം അതിൽ കാണും. അതിൽ ഏത് ഭാഗത്താണ് പ്രശ്നം നമുക്കതിൽ കാണിക്കാൻ പറ്റും. പിന്നെ വൈപ്പറിൻ്റെ കൺട്രോളുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ഉണ്ട്. ഹെഡ് ലാമ്പ് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ വൈകുന്നേര സമയത്തൊക്കെ ഇരുട്ടുള്ള ഭാഗത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹെഡ്ലൈറ്റ് ഓൺ ആവുകയും അതുപോലെ തന്നെ ലൈറ്റുള്ള സ്ഥലത്തെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹെഡ്ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ വാഹനമൊക്കെ നിർത്തി രാത്രിയൊക്കെ ഓട്ടോയിലാണെങ്കിൽ നമ്മൾ വാഹനം നിർത്തി പുറത്തിറങ്ങി ലോക്കാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഹെഡ്ലൈറ്റ് ഓഫ് ആകും. അതുകൊണ്ട് രാവിലെ വരെ ലൈറ്റ് കത്തി നമ്മുടെ ബാറ്ററി ഇറങ്ങുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല, ആരെങ്കിലുമൊക്കെ അങ്ങനെ മറന്നു പോയാൽ. ഈ ഭാഗത്തായിട്ട് നമുക്ക് മനോഹരമായ 8 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ, അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് കാര്യങ്ങൾ, നമ്മുടെ ഫോൺ കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതുപോലെ മ്യൂസിക്, ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല റിവേഴ്സ് ക്യാമറ നമുക്ക് വരുന്നതുകൊണ്ട് റിവേഴ്സിൻ്റെ സമയത്ത് നമുക്ക് റിവേഴ്സ് നല്ല മനോഹരമായ നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഒരു വ്യൂ തന്നെ കിട്ടുന്നുണ്ട്. ഈ റിവേഴ്സ് ക്യാമറയ്ക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് ഈ ഒരു ബട്ടൺ സ്റ്റാർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബാക്ക് ഭാഗം കണ്ടുകൊണ്ട് തന്നെ റിവേഴ്സിലല്ലാതെ തന്നെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ഭാഗത്തുള്ള വ്യൂ കണ്ടുകൊണ്ട് തന്നെ വാഹനം ഓടിക്കാനുള്ളൊരു സൗകര്യം കൂടി ഉണ്ട്. പിന്നെ ഇതൊക്കെ സ്റ്റിക്കറാണ്. ഇവിടെയൊക്കെ ഫുള്ളി ബ്ലാക്കാണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് സ്റ്റിക്കർ പറിച്ച് ഒഴിവാക്കാനുള്ളതാണ്. അതുപോലെ എ സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് എ സിയാണ്. നമ്മൾ കൺട്രോളും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എ സി വെൻറ്റുകൾ ഇവിടെ ഈ ഒരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വെർട്ടിക്കൽ രീതിയിലാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഫോൺ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ അതുപോലത്തെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു സി പോർട്ട് ചാർജർ, അതുപോലെ തന്നെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട്, അതുപോലെ ഒരു USB കുത്താനുള്ള ഒരു സ്ഥലം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് വയർലെസ് ചാർജർ വരുന്നില്ല, അതുപോലത്തെ പക്ഷേ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. പിന്നെ ഗിയറിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് 6 ഗിയറും അതുപോലെ തന്നെ റിവേഴ്സുമാണ് വരുന്നത്. 6 ഗിയറുകൾ വരുന്നുണ്ട്. റിവേഴ്സ് നമുക്ക് ഇവിടെ പ്രസ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്കൊരു നമ്മൾ ആ ഒരു ഡിസൈനിലുള്ള ഒരു ഗിയറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ 2 കപ്പ് ഹോൾഡറുകളുണ്ട് ഈ ഭാഗത്തായിട്ട്. ഈ മാറ്റൊക്കെ നമ്മൾ എക്സ്ട്രാ വെച്ചാണ് കേട്ടോ. അവിടെ ഒരു 2 കപ്പ് ഹോൾഡർ കണ്ട് ഇവിടെ ഒരു ഫോൺ സ്പേസ് ഉണ്ട്. നമുക്ക് കീ വെക്കാനോ ഫോണിനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിൽ തന്നെ കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള ആംബ്രസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വെക്കേണ്ട ആവശ്യമില്ല. നല്ല അത്യാവശ്യം സ്പേസുള്ള ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്ക് കയറി ഇരിക്കാനൊക്കെ പറ്റും. അതിന് പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഈ സൺറൂഫ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ് സൺറൂഫ്. കണ്ടോ, ഈ സൺറൂഫ് ഉള്ളതുകൊണ്ട് ചെറിയ കുട്ടികളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൽ കയറി ഇരുന്നാലും കുഴപ്പമില്ലാത്ത നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സൺറൂഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൺറൂഫിൽ നമുക്ക് ഇത് മാനുവലായിട്ട് നമുക്ക് നീക്കണം. പക്ഷേ ജസ്റ്റ് ഒറ്റ ടച്ചിൽ തന്നെ സൺറൂഫ് മൊത്തം ഓപ്പൺ ആവും. ഇനി നമുക്ക് ഒരു ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഓപ്പൺ. ഇതിൽ 2 പേർക്ക് 2 കുട്ടികൾ 3 കുട്ടികളൊക്കെ ഇരുത്തിയിട്ട് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഉഷാറായിട്ട് വ്യൂ ഒക്കെ കണ്ട് പോകാൻ പറ്റും. ഇനി അതുപോലെ തന്നെ 1 ടച്ചിൽ നമുക്ക് ഇത് ക്ലോസിങ്ങും ഉണ്ട് കണ്ടോ. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കലാണ് സൺറൂഫ്. നമ്മൾ അഥവാ ഒരാൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ലോക്കാക്കി വേറെ ആളിങ്ങനെ ലോക്ക് ചെയ്താൽ ജസ്റ്റ് നമ്മളെ കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ അത് റിവേഴ്സിൽ അങ്ങോട്ട് തന്നെ പോകും. അതൊരു നമുക്കൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരൊറ്റ പ്രസ് നക്കിക്കഴിഞ്ഞാൽ സൺറൂഫ് മുകളിലേക്ക് എയറൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് ചൂടുള്ള കാറ്റൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ രീതിയിലേക്കും അത് അഡ്ജസ്റ്റ് ആവുന്നതാണ്. അപ്പോൾ അത്രയാണ് സൺറൂഫിൻ്റെ കാര്യം പറയുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട്. ഇതൊക്കെ ഫുൾ ഓപ്ഷൻ വാഹനങ്ങളെ ഉണ്ടാകാറുള്ളൂ. പക്ഷേ ഇത് നമ്മുടെ സെക്കൻഡ് വേരിയൻറ്റിൽ തൊട്ട് തന്നെ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മിറർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ പിന്നെ മിററൊന്നുമില്ല, ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ മാത്രമേ ഉള്ളൂ. ഇതിൽ 6 എയർ ബാഗുകളാണ്. ഫ്രണ്ടിൽ 2 എയർ ബാഗ്, അതുപോലെ 2 സൈഡിലായിട്ട് 2 എയർ ബാഗ്, ബാക്കിൽ 2 എയർ ബാഗ്, അങ്ങനെ 6 എയർ ബാഗുകളാണ്. ഇവിടെ നല്ലൊരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളും. യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ആ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഇത് മാത്രമേ വരുന്നുള്ളൂ, പവർ വിൻഡോയുടെ ബട്ടൺ മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് ബാക്കിൽ സ്പേസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് സീറ്റൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്, ഒക്കെ മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. ഇനി വാഹനത്തിൻ്റെ പിൻഭാഗത്തെ സീറ്റിലേക്ക് പോകാം. അതെ, ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമ്മുടെ ഇവിടെ കണ്ടില്ലേ നല്ല ഹൈറ്റിൽ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് നല്ലൊരു SUV-യിൽ ഇരിക്കുന്ന ആ ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിരുന്ന സെഡാൻ വാഹനമായിരുന്നു. അപ്പോൾ ഇതിലിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ ഇവിടെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്.
കൂടുതലൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് കാൽ കംഫർട്ടായിട്ട് യാത്ര. ഇപ്പോൾ ഞാൻ ഇരുന്ന സീറ്റ് തന്നെയാണ്, ഞാൻ ഡ്രൈവ് ചെയ്യുന്ന അതേ ലെങ്ത്തിൽ തന്നെയാണ് അത് വെച്ചിട്ടുള്ളത്. എന്നാലും അത്യാവശ്യം ഇരുന്ന് പോകാൻ പറ്റുന്നു. 3 ആൾക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാം. 4-മത്തെ ഒരാൾക്ക് ഇരിക്കാൻ കഴിയില്ല. പിന്നെ 3 സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ റീഡിങ് ലാമ്പ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആംറസ്റ്റ് ഈ ഒരു ഓപ്ഷനിൽ വരുന്നില്ല. ഇവിടെ സെൻട്രൽ ആംറസ്റ്റ് ഇതിൻ്റെ മുകളിലുള്ള ഓപ്ഷനാണ് വരുന്നത്. സീറ്റ് നമുക്ക് ഫുള്ളി ഫോൾഡബിൾ ആണ്. ഫുള്ളി നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിലൊരുപാട് കാര്യങ്ങൾ സ്പേസിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റും. ഇതിൻ്റെ സീറ്റുകളൊക്കെ വരുന്നത് നല്ല ലെതർ ടൈപ്പ്, ലെതറും ഫാബ്രിക് കൂടി ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനിലാണ് സീറ്റ് കവർ വരുന്നത്. റിയറിൽ AC ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 ചാർജിങ് പോർട്ടുകളുണ്ട്. ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്, കീ വെക്കാനൊക്കെ പറ്റിയ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ഈ 3D മാറ്റും ഫുൾ മാറ്റും നമ്മൾ എക്സ്ട്രാ ചെയ്യിച്ചതാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ് കിയയുടെ വാഹനങ്ങൾക്ക് ഒരു കർട്ടൻ. ഇത് കമ്പനി തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ. ഇതൊക്കെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ചൂടൊക്കെ കൂടുന്ന സമയത്ത് ഒരു അത്യാവശ്യമാണ്. നമുക്കിതിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് നന്നായി കാണുകയും ചെയ്യും, പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വല്ലാതെ കാണില്ല. ഒരു കൂളിംഗ് ഫിലിം ഒട്ടിച്ച ഒരു എഫക്റ്റിൽ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കിൽ നമുക്ക് പറയാനുള്ളത്. ബാക്കി കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലിടും. ഇതിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ള എനിക്ക് ഇപ്പോൾ നമ്മൾ വാഹനം ഇറക്കിയിട്ട് ഏകദേശം ഒരു 500 കിലോമീറ്ററിൻ്റെ മുകളിൽ 600ൻ്റെ താഴെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു കാര്യം പറയാൻ മറന്നു, ഏകദേശം 45 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി വരുന്നത്. ഡീസൽ വേരിയൻ്റ് ആണ്. 24.1 കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. അപ്പോൾ എത്ര കിട്ടും എന്നുള്ളതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഉടനടി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് വാഹനം വാങ്ങി ഒരു 5 ഡേയ്സിനുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ നമുക്ക് ഉപയോഗിച്ചപ്പോൾ തോന്നിയ ഫീലിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യും, നല്ലൊരു വീഡിയോ ചെയ്യും. അതുവരെ എല്ലാവർക്കും ബൈ.